നമസ്കാരം. ഞാൻ ബൈജുവാണ്. എനിക്കൊന്ന് എൻ്റെ മകനാണിത്, ആരോമൽ. അവൻ്റെ അമ്മൂമ്മ ഇന്നലെ ഒരു സംഭവം കൊണ്ടു കൊടുത്തു. എന്നാടാ എൻ്റെ പേരെന്താടാ? വേവ് ബോർഡ്. എന്താ പറയുക, അവൻ ഇന്നലെ കൊണ്ടുവന്ന സമയം തൊട്ട് ഒരു 3-4 വീഴ്ച അവൻ വീഴുന്നു കേട്ടോ. എങ്കിലും അവൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു. എനിക്കത് ഭയങ്കര ഒരു അഭിമാനമാണ്. കാര്യം എന്താ പറയുമോ, നമുക്ക് സാധിക്കാൻ പറ്റാതായിട്ട് ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സാധിക്കാൻ വേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഉണ്ടോ. അത് എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു കുട്ടികളെ മനസ്സും നിങ്ങളാരും മടുപ്പിക്കല്ലേ. അവർക്ക് എന്താണോ ഇഷ്ടം അത് നമ്മൾ എപ്പോഴും നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക. അവരെ എപ്പോഴും ഒരു പിന്തുണയ്ക്കുക. നമ്മളെ ചെയ്യാവുന്ന കാര്യമെല്ലാം മാക്സിമം ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ടോ എൻ്റെ വീടിൻ്റെ അകത്താണ് ഉണ്ടോ, അവ ഇതാ ഒരു പ്രാക്ടീസ് പോലും ഇല്ല. ഇന്നലെ കിട്ടിയതേ ഉള്ളൂ സംഭവം ഉണ്ടോ. നമ്മൾ റോഡ് ഇറങ്ങുമ്പോൾ പിന്നെ ആ വീല് കൃത്യമായിട്ട് കറങ്ങുന്നില്ല. ആ വീഡിയോ എൻ്റെ ഉണ്ട്. ഇങ്ങനെ പറ്റും എൻ്റെ പൊന്നു വീഴുന്ന എന്തായാലും ഇതുപോലെ ഉള്ള കാര്യങ്ങൾ സ്വന്തം മക്കൾക്കായി ശരി തന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അവരെ നിരീക്ഷപ്പെടുത്തല്ല ഒരിക്കലും, ഒരു കാരണം വെച്ചാലും കേട്ടോ. നമ്മളെയും കാട്ടി ബുദ്ധിയാണ് നമ്മുടെ മക്കൾക്ക് എന്നെപ്പോഴും വിചാരിക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്താണ് ആറ്റിറ്റ്യൂഡ്, അവരെ എന്താണോ അവരോട് ആറ്റിറ്റ്യൂഡ്, അത് നമ്മളെപ്പോഴും നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. അവർ ഒരിക്കലും ബ്രേക്ക് ചെയ്ത് നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. എടാ ഒന്ന് കാണിച്ചു കൊടുത്താൽ മക്കളെ ഒരു മിനിറ്റോളെ. ഇത് എപ്പോഴാണ് കിട്ടിയത്? ആരാ കൊണ്ടുവന്നേ? എനിക്ക് ഇത് ചെയ്യാനുള്ള ആ ഒരു ഇതിൻ്റെ സാഹചര്യം എന്താ? പറഞ്ഞോ. എനിക്ക് ഇന്നലെ ക്രൈസാണോ? നീ ഇതിനെ സ്നേഹിക്കുകയാണോ? ഓക്കെ, എങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഉണ്ടോ, കൊച്ചു വീടാണ്. എൻ്റെ വീട് ഒരു 1.5 സെൻറ്റ് സ്ഥലത്തിനകത്തുള്ളൊരു വീടാണ്. 1200 സ്ക്വയർ ഫീറ്റ് 3 നിലയിൽ ഒരു വീടാണ്. എന്തായാലും ഉള്ള സ്ഥലത്ത് അതേപോലെ ഒരു 400 സ്ക്വയർ ഫീറ്റിനകത്ത് അവൻ സൂപ്പറാ കളിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.